Hello guys, welcome back to my channel and welcome back to a very new video. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ജേർണൽ സപ്ലൈസ് ആണ് കേട്ടോ. ഒരുപാട് പേര് ഞാൻ ഈ ഇടയ്ക്ക് ജേർണൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ലോങ് വീഡിയോ കയ്യിലുള്ള ജേർണൽ സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ആദ്യമായിട്ടാണ് ഞാൻ ജേർണൽ ബേസ്ഡ് ആയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോയും ചാനലും ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഞാനൊരു BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ്. സംഭവം ഞാനൊരു നേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിലും ജേർണലിങ്ങും ആർട്ട് വർക്ക്സും എൻ്റെ ഏറ്റവും വലിയ പാഷനാണ്. ഈ ഒരു ജോലിയും ഈ ഒരു പഠിത്തത്തിൻ്റെയൊക്കെ ഇടയിൽ എന്നെ ഏറ്റവും റിലാക്സ്ഡ് ആക്കുന്ന സംഭവം ഈ ജേർണലിങ്ങും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഈ കാണുന്ന സപ്ലൈസ് ഒക്കെ തന്നെ ഇത് വലിയ ഗിഫ്റ്റ് പേപ്പർ ഷീറ്റ്സ് ആണ് കേട്ടോ. നമ്മുടെ പ്രീമിയർ അങ്ങനെയൊക്കെയുള്ള സ്റ്റോർസിൽ നിന്നാണ് ഞാൻ മോസ്റ്റ്ലി ഈ ഒരു ഗിഫ്റ്റ് പേപ്പർ ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ പൊതിയാനായിട്ട് അവിടെ ഷീറ്റ്സ് വെച്ചിരിക്കും. ഞാൻ അതിൽ പലതും ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെക്കാറാണ് പതിവ്. അതാവുമ്പോഴത്തേക്കും എനിക്ക് ജേർണൽസിലൊക്കെ അത്ര പ്രശ്നമൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതൊന്നും പ്രത്യേകമായിട്ട് വാങ്ങിക്കുന്ന പാറ്റേൺ പേപ്പേഴ്സ് അല്ല, ഗിഫ്റ്റ് പേപ്പേഴ്സാണ്. പലയിടത്തും നമുക്കിത് കാണാനായിട്ടൊക്കെ പറ്റും. ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 ടൈപ്പ് ജേർണൽ സപ്ലൈസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഞാൻ തന്നെ ഉണ്ടാക്കിയ ജേർണൽ സപ്ലൈസും രണ്ടാമതായിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിയൊക്കെ വെച്ചിരിക്കുന്ന ജേർണൽ സപ്ലൈസ് ലൈക്ക് സ്റ്റിക്കി നോട്ട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു ജേർണൽ സപ്ലൈ ആണ് ഇത് 2 ടൈപ്പ് പേപ്പറിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ റീസൈക്കിൾഡ് പേപ്പറാണ്. നോർമലായിട്ടുള്ള റീസൈക്കിൾഡ് ബുക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് എഴുതി പഠിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് 2-3 റീസൈക്കിൾഡ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മിഡിലിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തിരി കൂടെ എസ്തെറ്റിക് ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പേപ്പർ പഞ്ചർ ഉപയോഗിച്ചിട്ട് ഞാൻ പേപ്പറിലൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇത്തിരി കൂടെ കട്ടിയുള്ള ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് പണ്ടത്തെ ഒരു ബുക്കിൽ ബാലൻസ് വന്ന പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്ത് ടൈപ്പ് ഇത്തിരി കട്ടിയുള്ള പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡ് ഇത്തിരി ബേൺ ചെയ്ത് കളഞ്ഞിട്ട് ഇത്തിരി തീയൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോഫി പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു എസ്തെറ്റിക് ലുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള ഡിസൈൻസ് ഈ ഒരു പേപ്പറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഡിഫറെൻറ്റ് ഡിസൈൻസ് പല ഷീറ്റ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ കരിഞ്ഞു പോയി ബാലൻസ് വന്ന പേപ്പറും ഞാൻ ഇതേപോലെ തന്നെ ഒരു സ്റ്റാമ്പ് രൂപത്തിലൊക്കെ ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 ടൈപ്പ് പേപ്പറിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജേർണൽ സപ്ലൈ ആണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്ന വൈറ്റ് ഷീറ്റിൽ നിന്നൊക്കെ ഇതേപോലെ ഗ്രിഡായിട്ട് നമുക്ക് ലൈൻസ് വരയ്ക്കാൻ പറ്റും. നമ്മുടെ മാർക്കറൊക്കെ യൂസ് ചെയ്ത് നോർമലായിട്ട് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഞാൻ ഇതേപോലെ ഗ്രിഡ് വരച്ച് വെച്ചിട്ടുണ്ട്. അത് എപ്പോഴായാലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സംഭവം ECG പേപ്പറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് ECG പേപ്പറൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അത്രയും കട്ടിയില്ലാത്ത പേപ്പർ ആകുമ്പോഴത്തേക്കും വയ്ക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ പല പാറ്റേൺസിൽ വരച്ചിട്ടുണ്ട്. ഈ നോട്ട്സ് എന്ന് എഴുതിയിരിക്കുന്നതും ഞാൻ അതേ സാധനം വെച്ച് തന്നെ ചെയ്തതാണ്. നിങ്ങൾക്കിത് നോർമൽ ബുക്ക് ഷീറ്റിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കോഫി പൗഡറൊക്കെ വെച്ചിട്ട് ഒരു എസ്തെറ്റിക് ഒരു ഏൻഷ്യൻ ലുക്കിലൊക്കെ വെച്ചിട്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് കൊടുത്തതും ഒക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇത് നമ്മുടെ സ്കെച്ച് പെന്നിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ആ ഒരു കാർഡ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ ഇത്തിരി കട്ടിയുള്ള പരസ്യ പേപ്പർ കിട്ടുമ്പോഴോ കല്യാണ ലെറ്ററിൽ നിന്നും ഒക്കെ എടുക്കാം. ഞാനിത് കല്യാണ ലെറ്ററിൽ നിന്നാണ് ഈ കാര്യങ്ങൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആ കല്യാണ ലെറ്ററിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഏരിയാസിൽ ഇങ്ങനെ ഡ്രോയിങ്സ് ഒക്കെ വരച്ചിട്ടാണ് നമ്മുടെ ജേർണൽ സപ്ലൈസ് ആക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ജേർണൽ സപ്ലൈ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്തിരി പിങ്ക്, ഓറഞ്ച്, ബ്ലൂ അങ്ങനെയൊക്കെ ഉള്ള ജേർണൽസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നോർമലായിട്ട് നമ്മുടെ നോർമൽ പേപ്പർ യൂസ് ചെയ്തിട്ട് അതിലിങ്ങനെ പിക്ചർ വരച്ചിട്ടാണ് ഈ ഒരു ജേർണൽ സപ്ലൈ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മാഗസിൻസിലും ഒക്കെ കാണുന്ന കുട്ടി കുട്ടി പിക്ചേഴ്സ് ഉണ്ടല്ലോ, ആ പിക്ചേഴ്സ് വെച്ചിട്ടാണ് ഈ അടുത്ത ഒരു ജേർണൽ സപ്ലൈ ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ജേർണൽസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് ആ സമയം തന്നെ ഇതിങ്ങനെ ചെയ്യാനും പറ്റും.
ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള നോർമൽ ബുക്ക് പേജസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ ഒരുപാട് വൈറ്റ് ഷീറ്റ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ബുക്സിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രിഡ് എന്ന് പറയുന്നത് ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര രസമാണ്. എസ്പെഷ്യലി വയലറ്റ്, ഗ്രീൻ ആ കളറിലുള്ള ഗ്രിഡ് തീമൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരിക്കും. പിന്നെ ഇത് നമുക്ക് ഈ ഒരു സ്റ്റേഷനറി ഷോപ്സിലൊക്കെ ക്രിബ്ഡ് പേപ്പർ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ക്രിബ്ഡ് പേപ്പർ 2 ടൈപ്പിലുണ്ട്. ഒരെണ്ണം ഹാർഡും ഒരെണ്ണം നല്ല സോഫ്റ്റും ആയിട്ടുള്ളതായിരിക്കും. നല്ല ഹാർഡ് ക്രിബ്ഡ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു ഫ്രെയിം പോലുള്ള ജേണൽ സപ്ലൈ കേട്ടോ. ഇത് പണ്ടൊരു ദിവസം എനിക്ക് ഇതേപോലെ നല്ല അത്ര കളർ ഷെയ്ഡൊന്നും ഇല്ലാത്ത ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നോവൽസിൻ്റെയൊക്കെ ഏറ്റവും ലാസ്റ്റിലെ പേജ് വെറുതെ കിടക്കും. ഇതേപോലെ ഈ ഒരു ഓഫ് ഷെയ്ഡിലായിരിക്കും. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജേണൽ സപ്ലൈ ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള പേപ്പർ തന്നെയാണ്. പേപ്പറിൽ പല രീതിയിൽ ഗ്രിഡ് വരച്ചിട്ട് അതൊക്കെ ഒന്ന് മേളിൽ കൂടെ ഒന്ന് ക്രയോൺസ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു രീതി കിട്ടി. അതൊരു ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ജേണൽ സപ്ലൈ ആണ്. അടുത്തത്, ഇതിന് മുന്നേ എനിക്കൊരു മാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അപ്പോൾ ആ ഒരു മാപ്പ് ഞാൻ പലതായിട്ട് കട്ട് ചെയ്തും കീറിയൊക്കെ എടുത്തിട്ട് അതൊന്ന് എസ്തെറ്റിക് ലുക്ക് വരുത്താനായിട്ട് അതിൻ്റെ സൈഡ്സ് ഒക്കെ ബേൺ ചെയ്ത് കൊടുത്തു. ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടി സംഭവം ഇത്തിരി ഓയിലും കൂടെ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ലുക്ക് കിട്ടി. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പേപ്പേഴ്സിൽ നിന്ന് ഞാനിങ്ങനെ പല നോട്ട്സ് അങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും ജേണൽ സപ്ലൈസ് ഒക്കെ ചെയ്യുമ്പോൾ കളറിനനുസരിച്ച് എടുത്ത് ഒട്ടിക്കാമല്ലോ ഈസി ആയിട്ട്. ഈ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ, നമ്മുടെ ഗ്രാഫ് പേപ്പർ. പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ എങ്ങാണ്ടോ ബാലൻസ് വന്ന ഗ്രാഫാണ് എനിക്ക് ഈ ഇടയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് അതിനെയൊക്കെ ജേണൽ സപ്ലൈ ആക്കിയിട്ടുണ്ട്. നമ്മൾ ജേണൽസിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു സാധനമാണ് കേട്ടോ ആ ഒരു ഗ്രാഫ് ബുക്ക്. അപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാനുള്ള ഗ്രാഫ് ബുക്ക് എടുത്ത് വെട്ടിയിട്ട് പാരൻസിൻ്റേത് അടി വാങ്ങിച്ച് കൂട്ടണ്ട. അല്ലാതെയുള്ള ഗ്രാഫ് പേപ്പർ യൂസൊക്കെ കഴിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് നോർമൽ പേപ്പർ തന്നെ വച്ചിട്ട് കുറച്ച് കോട്ട്സ് പോലെയൊക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ ഒരു സാധനം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, പല മാഗസിനിൽ നിന്നും സ്കൂൾ മാഗസിൻസിൽ നിന്നും ഒക്കെ കട്ട് ചെയ്തെടുത്ത ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിക്ചേഴ്സ്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ പിങ്ക് ഷെയ്ഡിൽ ഞാൻ ബാലൻസ് വന്ന ഒരു വാട്ടർ കളറാണ് ബുക്കിലേക്ക് ബാലൻസ് വന്നതിന് എല്ലാം സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുക്കുമായിരുന്നു. അത് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ജേണലിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ ഞാൻ പിങ്ക് മാത്രമേ ഉള്ളൂ, കാരണം പണ്ടെങ്ങാണ്ടും ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ജേണൽ സപ്ലൈ. നിങ്ങൾക്ക് പല കളറിൽ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെത്രയാണ് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് അല്ലെങ്കിൽ ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ച് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളതും പർച്ചേസ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജേണൽ സപ്ലൈസ് ആണ്. ആദ്യം തന്നെ എൻ്റെ സ്റ്റിക്കി നോട്ട് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച്, വയലറ്റ് ഇങ്ങനെ പല ടൈപ്പ് സ്റ്റിക്കി നോട്ട്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ വാങ്ങിയത് പ്രീമിയർ ഇൻ്റർനെറ്റ് സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിലാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു ഹോബിയാണ് പ്രീമിയറിൽ ഒന്ന് പോയി കറങ്ങുക എന്നുള്ളത്. ആ സമയത്ത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഓഫ് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വന്നിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റിക്കി നോട്ട്സ് വാങ്ങിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പോയി വാങ്ങിക്കുന്ന സ്റ്റിക്കി നോട്ട് പിന്നെ അവിടെ കാണാറേ ഇല്ല. പുതിയ സപ്ലൈസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ചത് പിന്നെ ഞാൻ കാണാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രാൻസ്പെറൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കവർ തുറന്ന് നോക്കുക കേട്ടോ. ഞാൻ കവർ തുറന്ന് നോക്കാതെ 2-3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിചാരിച്ചതിനേക്കാളും ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് ബുക്കിലേക്കൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഉള്ളതായിട്ട് പോലും അറിയത്തില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ കാര്യങ്ങൾ ഒട്ടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജേണൽസ് ഒന്നും അത്രയും ഹെവി ആയിരിക്കില്ല. കാരണം എനിക്ക് തന്നെ ഈ സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള സാധനം കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റിക്കി നോട്ട്സ് ഇതേപോലെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റിക്കി നോട്ട് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിക്കി നോട്ട്സൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജേണൽ കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ പറ്റും. ഇത് നമ്മുടെ നോർമൽ സ്റ്റിക്കി നോട്ട്സ് ആണ്. അത് ഗ്രീന്, പിങ്കും ബ്ലൂവും. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റിക്കി നോട്ട് കേട്ടോ.
ഒരുപാട് പേര് എവിടുന്നാ വാങ്ങിയെന്ന് ചോദിക്കുന്ന ഒരു സാധനമാണ് ഇത്. എൻ്റെ ജേർണൽസ് കണ്ടിട്ട് ഈ ഒരു സാധനം പ്രീമിയറിൻ്റെ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. വളരെ റേറ്റ് കുറവാണ്. എനിക്ക് റേറ്റ് എത്ര ആണെന്ന് ഇപ്പം എന്തായാലും ഓർമ്മയില്ല, പക്ഷെ വളരെ റേറ്റ് കുറവാണ്. പേപ്പറാണ് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസിലും ഒക്കെ അവിടെ ഇത് അവൈലബിൾ ആണ്. സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ സർക്കിൾ ഷേപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള നോട്ട് പാഡാണ് കേട്ടോ. വളരെ കുറച്ച് രൂപയായിട്ടുള്ളൂ, 20 റുപ്പീസ് എന്തേ ആയിട്ടുള്ളൂ ഈ ഒരു നോട്ട് പാഡ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഒക്കെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നോട്ട് പാഡ് ഉള്ളത്. ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചിരുന്ന അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ക്രാഫ്റ്റ് പേപ്പേഴ്സാണ് കേട്ടോ ഇത്. ചില ക്രാഫ്റ്റ് പേപ്പേഴ്സിൻ്റെ ഒരു സൈഡ് മാത്രമേ കളറ് കാണുള്ളൂ, മറ്റേ സൈഡിൽ കളറ് കാണില്ല. അങ്ങനെയുള്ളത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡൊന്നും വരില്ല. ഈ ഒരു സാധനം ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ട് വച്ചിരിക്കുകയാണ്. ഡോട്ട്സ് ഇട്ട ഒരു സമയത്ത് എനിക്ക് ഡോട്ട്സ് ഇട്ട നോട്ട്സ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നോട്ട് പാഡ് മാത്രമേ അപ്പം കിട്ടിയുള്ളൂ. അങ്ങനെ വാങ്ങിയതാണ്. അതുപോലെ തന്നെ വേറെ ഒരു നോട്ട് പാഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഇനി പേപ്പേഴ്സിലേക്ക് പോവാം. അടുത്തതായിട്ട് ഇത് കാർഡ് സ്ട്രോക്കാണ്. നല്ല കട്ടിയുള്ള നമുക്ക് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ബട്ടർഫ്ലൈ തീമിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ക്രിപ്പ് പേപ്പറാണ്. അപ്പോൾ ഈ ക്രിപ്പ് പേപ്പർ ആദ്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇത് കട്ടിയുള്ളതാണ്, അത് ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തതെന്ന്. ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് പേപ്പറാണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ സംഭവം അവൈലബിൾ ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഞാൻ വാങ്ങിയത്. അടുത്ത ഇതും ക്രാഫ്റ്റ് പേപ്പറാണ്, പക്ഷെ മറ്റതിൻ്റെ അത്രയും കട്ടിയില്ല കേട്ടോ. കുറേ കൂടെ ഇങ്ങനെ ഒരു സോഫ്റ്റ് അല്ലാത്ത ഒരു ടൈപ്പ് ക്രാഫ്റ്റ് പേപ്പറാണിത്. പക്ഷേ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. അടുത്തത് നേരത്തെ പോലെ തന്നെ കാർഡ് സ്ട്രോക്കാണ്, പക്ഷേ ഡിസൈൻ ഉള്ള കാർഡ് സ്ട്രോക്ക് അല്ല, നല്ല കട്ടിയുള്ള ഷീറ്റ്സാണ്. നല്ല കട്ടിയാണ്. നമുക്ക് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്രേപ്പ് പേപ്പറിൻ്റെ കുറച്ചും കൂടെ കട്ടിയുള്ള വെർഷൻ. നല്ല തിക്കായിട്ടുള്ള ഷീറ്റ്സാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അകം സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജേർണലായിട്ട് ഉപയോഗിക്കുന്ന ടൈമിൽ എടുത്ത് യൂസ് ചെയ്യാറാണ് പതിവ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതേപോലെ തന്നെ വാങ്ങിയ ഒരു ഷീറ്റാണിത്. ഞാൻ പണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. കുറേ പേർക്ക് ഒരേപോലെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് ആണ്. അപ്പോൾ ഫോം ഷീറ്റ്സും ഞാൻ ഇതേപോലെ വാങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു വീക്ക്ലി പ്ലാനർ. സംഭവം ഈ പ്ലാനർ ഞാൻ വീക്ക്ലി പ്ലാൻ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതല്ല, ജേർണലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റിക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അതിൻ്റെ ആ ഒരു മൺഡേ ട്യൂസ്ഡേക്ക് ആ ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ടു ഡു എന്നും പറഞ്ഞിട്ടും ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു. പിന്നെ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റിക്കി നോട്ട്സും അതിലുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു ബുക്കാണിത്. സാധാരണ എനിക്ക് ലൈൻ ഇട്ട ബുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. കാരണം ലൈൻ ഇട്ട ബുക്കിലാണെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രീഡത്തിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ലൈൻ ഇട്ട ബുക്ക് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിൻ്റെ ഫ്രണ്ട് പേജ് അത്രയ്ക്ക് എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. നേരിട്ട് കാണാൻ ഇതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ രണ്ടും കൽപ്പിച്ച് വാങ്ങിയതാണ്. ഇത് നോട്ട്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിന് പക്ഷേ ഒരു 100 എബോവ് ആയി കേട്ടോ. ഒരു നല്ല റേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിന് സംഭവം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് അത് അങ്ങ് വാങ്ങിയത്. അടുത്തതായിട്ടുള്ളത് ഒരു ഹാരി പോട്ടറിൻ്റെ ബുക്കാണ്. പണ്ടെങ്ങാണ്ടോ ചെയ്ത ഒരു ഷോർട്സിൽ ഞാൻ ഈ ഹാരി പോട്ടറിൻ്റെ ബുക്കിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഹാരി പോട്ടർ ഫാനാണ്. ഞാൻ 2-3 പ്രാവശ്യം ഒരു ഹാരി പോട്ടർ സീന് തന്നെ കണ്ടിട്ടുണ്ട്. ഒരു സീരീസ് മൊത്തത്തിൽ ഉള്ള ആ സീരീസ് മൊത്തം ഞാൻ 2-3 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട്. ഇത് 300 എബോ ആയി ഈ ഒരു ബുക്ക്. പക്ഷെ അതിനുള്ളിൽ പല ഹാരി പോട്ടറിൻ്റെയൊക്കെ പല വീഡിയോസിലൊക്കെ കണ്ട് ആഗ്രഹിച്ച് ഞാനും അവസാനം ഡോട്ട് ഇട്ട് ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോട്ട് ബുക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരുന്നു. ഇനി ഈ ഒരു സാധനം 40 റുപ്പീസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രീമിയറിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇടയ്ക്കിടയ്ക്ക് വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ വരച്ചിട്ട് അതങ്ങ് കീറിയെടുക്കാറാണ് പതിവ്. അടുത്തതായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണിത്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും. വല്ലതുമൊക്കെ എഴുതിയിട്ട് ഞാനിതിൽ 2-3 പ്രാവശ്യമൊക്കെ ഹാങ് ചെയ്ത് എക്സാം ടൈമിലൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ ഇത് നമുക്ക് ടൈ ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളർ തീമിലൊക്കെ ജേണൽ ചെയ്യുമ്പോഴൊക്കെ എടുത്ത് ഒട്ടിക്കാൻ കണക്കിനുണ്ട്. അവിടെ ഒരുപാട് ഡിസൈൻസിലുണ്ട്. ഇഷ്ടപ്പെട്ട 2 ഡിസൈനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ്, പക്ഷേ ഇതുവരെ അത് വെച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ആകെ ഇത്രയേ ഉള്ളൂ സ്റ്റിക്കേഴ്സ് എന്ന് പറയാനായിട്ട്. ആ ഒരു വാഷി ടേപ്സ്, ഒരുപാട് വാഷി ടേപ്സ് ഒന്നും ഇല്ല, കാരണം ഞാൻ വാഷി ടേപ്സ് അധികം അങ്ങോട്ട് യൂസ് ചെയ്യാണ്ട് തന്നെ എൻ്റെ ജേണൽ സപ്ലൈസ് വെച്ചിട്ടാണ് ചെയ്യാറ്. എനിക്ക് വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് പെന്നാണ് കേട്ടോ. സംഭവം പേന പോലെ ഇരിക്കുമെങ്കിലും സാധനം ക്രയോൺസ് ആണ്. അതിൻ്റെ സൈഡിൽ ഏറ്റവും താഴെയുള്ളതിൽ ഇങ്ങനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ക്രയോൺസ് ഇങ്ങനെ പൊങ്ങി വരാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലിറ്റർ ഹൈലൈറ്റേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ജേർണൽസിലൊക്കെ ഗ്ലിറ്റർ ഹൈലൈറ്റേഴ്സ് പലപ്പോഴും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല, കാരണം അത് നല്ല തിക്കാണ്. അതിൻ്റെ പേജസിൻ്റെ അടിയിലൊക്കെ അത് നന്നായിട്ട് പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഓക്കെയാണ്, നല്ല കട്ടിയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾ ഗ്ലിറ്റർ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാവുള്ളൂ. കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഗ്ലിറ്റർ ഹൈലൈറ്റേഴ്സ് ആണെങ്കിൽ ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ചില മാർക്കേഴ്സൊക്കെ ഇങ്ങനെ കുത്തി നിബിൽ ഇങ്ക് വരുത്തുന്നതൊക്കെ ഞാനിങ്ങനെ റീൽസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഞാൻ പലയിടത്തും അത് യൂസ് ചെയ്തിട്ടുണ്ട്. ചിലത് ഞാൻ കളേഴ്സ് യൂസ് ചെയ്യാണ്ട് വച്ചിരിക്കുകയാണ്, ഇനിയുള്ള റീൽസിലൊക്കെ യൂസ് ചെയ്യാം. അടുത്തായിട്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള മാർക്കേഴ്സാണ്. പ്രീമിയർ സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇതും വാങ്ങിയിട്ടുള്ളത്. ഏറ്റവും ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കാണുന്നത് പിന്നെ കാണാറില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചൈനീസ് ഐറ്റംസ് ആണ്. അപ്പോൾ ചൈനീസ് ക്യൂട്ട് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചൈനീസിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ സംഭവത്തിലുണ്ട്. അങ്ങനെ കുറച്ച് ഫൈനായിട്ടുള്ള നിബിളുള്ള ഒരു ടൈപ്പും കൂടെ ഉണ്ട്. അത് ഞാൻ മിക്കവാറും കോട്ട്സ് ഒക്കെ എഴുതാൻ. ഇതായിട്ട് നമ്മുടെ യൂഷ്വൽ സംഭവമാണ് ബ്രഷ് പെന്നും ഹൈലൈറ്റേഴ്സും. അപ്പോൾ ബ്രഷ് പെന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ ആ ഒരു ഗ്രിഡും പേപ്പേഴ്സും ഒക്കെ പാറ്റേൺ പേപ്പേഴ്സും ഒക്കെ വരയ്ക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഈ ഇടയ്ക്ക് പോയപ്പോഴത്തേക്കും ക്യൂട്ടായിട്ട് ഞാൻ വാങ്ങിയൊരു സാധനമാണ് ഈ ഒരു അച്ച് വരുത്തുന്ന സാധനം. ഇതിൻ്റെ കൂടെ അങ്ങനെ പ്രസ് ചെയ്യാനുള്ള ഇങ്ക് പാഡൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മിക്കവാറും ആ ഒരു ഗ്ലിറ്റർ ഹൈലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഷോർട്സ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്ത് ഇത് അച്ച് വയ്ക്കും പോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വേറൊരു ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ ഉള്ള ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഇങ്ക് പാഡ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും. പക്ഷേ സംഭവം ഒരു ഇൻട്രസ്റ്റ് തോന്നി വാങ്ങിയതാണ്. ശരിക്കും ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുത്തണം എന്ന് വിചാരിച്ചാൽ അത് അവിടെ പോയി കുത്തി നിൽക്കും. അങ്ങനെയുള്ളൊരു ഇതാണ്. നമുക്ക് അടുത്തടുത്തടുത്ത് ഒരു ലൈനൊന്നും ഇല്ലാത്ത ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ വയ്ക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അങ്ങ് എഴുതിയാൽ മതി. ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാലില്ല. ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വാങ്ങിയതാണ്. അടുത്തതായിട്ട് നമ്മുടെ യൂഷ്വൽ സംഭവം സ്കെച്ച് പെൻസ് ഒക്കെ. ഈ ഇടയ്ക്ക് രാമചന്ദ്രന് പോയപ്പോഴത്തേക്കും ഇത്തിരി വലിയ സൈസുള്ള കാർഡ്ബോർഡ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ മിക്കവാറും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ സപ്ലൈസ്. ഞാൻ ഉണ്ടാക്കിയതും പിന്നെ വാങ്ങിയതും ഒക്കെ കൂടെ ആയിട്ടുള്ള സപ്ലൈസ് മൊത്തത്തിൽ ഒട്ടും തന്നെ അധികം റേറ്റുള്ള ഒന്നുമില്ല കേട്ടോ. നോർമലായിട്ടുള്ള സപ്ലൈസാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജേണൽ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ആർട്ട് അല്ലെങ്കിൽ ജേണൽ ബേസ്ഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും അറിയിക്കുക.